മുരുക. ആ മേഡം. ഈ വടക്കേമുക്ക് പുല്ലാറ്റിൻകര റോഡിന്റെ റീടാറിംഗിന്റെ എസ്റ്റിമേറ്റ് ആയോ? അതെന്റെ കയ്യിലല്ല, ഓമനക്കുട്ട സാറിന്റെ ടേബിളിലാ. ഓ, ആ കോൺട്രാക്ടർ ശശാങ്കൻ കിടന്ന് വിളിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പോ കുറെ ദിവസത്തേക്ക് സൈറ്റ് ആണല്ലോ. ഓമനക്കുട്ടൻ സാറും വെട്ടുക്കിളിയും ഒന്നും ഓഫീസിൽ പോലും വരില്ല, നേരെ സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. ശശാങ്ക മുതലാളിയോട് പറഞ്ഞേക്ക്. അയാളൊരു സമാധാനം തരില്ല, അതാ പ്രശ്നം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം, ഇന്ന് ചീങ്കൽക്കടവ് പാലത്തിന്റെ ഇൻസ്പെക്ഷൻ വെച്ചേക്കുന്ന ദിവസമാ. അയ്യോ, ഈ ഓമനക്കുട്ട സാറിന്റെ കാര്യം പറഞ്ഞാ നമ്മൾ ചിരിച്ചു ചാവും. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ആകാശ് എത്തിയില്ല ഇതുവരെ? ഇല്ല മാഡം, ഇതുവരെ എത്തിയിട്ടില്ല. സാധാരണഗതിയിൽ ആകാശ് എനിക്ക് മുമ്പ് എത്തുന്നതാണ്. ഇന്ന് ഇനിയും ഇവിടെ ആകാശ് എത്തിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം ഞാൻ ആയിരപ്പറ വീട്ടിൽ വിതച്ചിട്ട് വന്ന തീപ്പൊരി ആളിപ്പടർന്നു തന്നെയാ. മിക്കവാറും അവിടെ അടി തുടങ്ങി കാണും. നോക്കാം. ആകാശ് സാർ എത്തിയോ? എന്താ സാറേ വൈകിയത്? വീട്ടിൽ ചില അല്ലറ ചില്ലറ പരിപാടികളുണ്ടായിരുന്നു, ഇറങ്ങിയപ്പോ കുറച്ച് വൈകി. ആ മേഡം ആകാശ് സാറിനെ അന്വേഷിച്ച് വന്നിരുന്നു, ക്യാബിനിലേക്ക് പോയിട്ടുണ്ട്. മിക്കവാറും ഞാൻ വൈകി എന്ന് പറഞ്ഞ പൊളിച്ചടിക്ക് കാണുമല്ലോ. ഞാൻ കാരണം നിങ്ങൾക്കും കിട്ടി കാണുമല്ലേ? അവിടെയാണ് ശ്രേയമാടൻ കണക്കൂട്ടിൽ തെറ്റിച്ചത്. ഒന്നും സംഭവിച്ചില്ല ഇവിടെ. ഞാൻ എത്തിയില്ലെന്ന് പറഞ്ഞിട്ടും ശ്രേയ മേഡം ഉണ്ടായിരിക്കണമെങ്കിൽ കാക്ക മലർന്ന് പറക്കണം. സത്യമാണ് സാറേ, ശ്രേയമോട് ഒരു അക്ഷരം മിണ്ടിയില്ല. മാഡം അകത്തേക്ക് കയറി വന്നു, ഞങ്ങൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു. പിന്നെ ഒറ്റ ചോദ്യം, ആകാശ് എത്തിയില്ലെന്ന്. ആകാശ് എത്തിയിട്ടില്ലെന്ന മറുപടി കേട്ട് കഴിഞ്ഞ് മാഡം ദീർഘമായ മൗനത്തിലായിരുന്നു. ഒരാലോചന, ഒന്നും മിണ്ടാതെ ഒരു തിരിഞ്ഞു നടത്തും. അവിടെ തീർന്നു കഥ. ഒന്നും മിണ്ടാതെ തിരികെ പോയിട്ടുണ്ടെങ്കിൽ മാഡത്തിന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്, അതുറപ്പാ. ഇത്രയും നേരായിട്ടും ഹേമ ആന്റിയോ അശ്വതി ചേച്ചി വിളിച്ചില്ലല്ലോ. അപ്പോ ആയിരപ്പറയില് ഞാൻ വിചാരിച്ചതുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേ? അല്ലെങ്കിലും ആ അരവിന്ദനൊരു പുണ്ണാക്കന. അയാള് കിരണിനോടൊന്നും ചോദിച്ചു കാണില്ല. വൃത്തികെട്ടവൻ. ആന്റിയെ വിളിക്കുന്ന. ആയിരപ്പറയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഹലോ ആന്റി. ആ മോളെ, മോളെ ഓഫീസിലെത്തിയോ? ജോലി തുടങ്ങിയോ മോളെ? ഓഫീസിലേക്ക് എത്തി. കുറെ വർക്കുണ്ട്, പക്ഷെ ഒന്നിലങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആന്റി. എന്തോ മനസ്സിനൊരു വല്ലായിക. കുറച്ചു ദിവസത്തേക്ക് ലീവ് എടുത്ത് എന്റെ വീട്ടിൽ പോയി നിന്നാലോ എന്ന് ആലോചിക്കാ ഞാൻ. മോളുടെ സങ്കടത്തിന്റെ കാരണം എന്താണെന്ന് ഞാൻ അറിഞ്ഞു മോളെ. ഇന്നലെ വിരുന്നുകാരായിട്ട് വന്നു കയറിയവര് പതുക്കെ പതുക്കെ മോളെ ഉപദ്രവിക്കാനും തുടങ്ങി, അല്ലേ മോളെ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. നീ അങ്ങനെയൊന്നും മറച്ചു വെക്കാൻ നോക്കണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. ആ കിരൺ മോളുടെ മുഖത്തേക്ക് സിഗരറ്റിന്റെ പുക ഊതിവിട്ടു, ശരിയല്ലേ? തെറ്റ് ചെയ്തതേ മോളാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ആ നിമിഷം ആ വിവരം എന്നെ അറിയിക്കണ്ടായിരുന്നോ? അതെന്താ മോള് പറയാതിരുന്നേ? ആന്റി ഒന്നും വേണ്ട, വിട്ടുകളാ. അവര് ബാലനങ്കിളിന്റെ ഗസ്റ്റുകളല്ലേ. നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയ അതിന്റെ നാണക്കേട് ബാലനങ്കിളിന് മാത്രമല്ലല്ലോ, നമുക്കും നമ്മുടെ കുടുംബത്തിനും അത് അപമാനമാകും. പിന്നെ ഞാൻ ആ വിവരം അരവിന്ദനോടൊന്ന് സൂചിപ്പിച്ചു. അല്ലെങ്കിൽ നാളെ അരവിന്ദന്റെ മുന്നിൽ വെച്ചും അവൻ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാലോ? അരവിന്ദന്റെ സ്വഭാവം എടുത്തു ചാടി എന്തെങ്കിലും പ്രവർത്തിച്ചു കളയും. അവനെ ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ അരവിന്ദനോട് പറഞ്ഞുള്ളൂ. വേണ്ട രീതിയിൽ തന്നെ അരവിന്ദ് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മേലിൽ അവൻ തലപൊക്കില്ല, അതുറപ്പ്. അയ്യോ, ദേഹോപദ്രവം വല്ലതും ഏൽപ്പിച്ചോ? ആ, ഉടുപ്പിന് കുത്തിപ്പിടിച്ച് അവനെ ചാരി വെച്ചു അരവിന്ദ്. എല്ലാവരും കൂടി പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ
ആ കിരണിന്റെ കാര്യത്തില് അരവിന്ദ് ഒരു തീരുമാനം ഉണ്ടാക്കിയേനെ. ദൈവമേ, വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ അരവിന്ദിനെ കൊണ്ട് ഞാൻ തോറ്റു.